ഒന്നുകൂടി ഫോട്ടോയിലേക്ക് നോക്കി ഉറപ്പിച്ചുകൊണ്ട് ലത വീണ്ടും ചോദിച്ചു, ചിറ്റേടത്തെ രാജേന്ദ്രൻ മേനോനും ഭാര്യ ലക്ഷ്മിയും അല്ലേ അത്? അതെ, എൻ്റെ അച്ഛനും അമ്മയുമാണ്. തൻ്റെ മാതാപിതാക്കളെ അവർക്ക് എങ്ങനെ അറിയാമെന്നോർത്ത് അത്ഭുതത്തോടെ ദാസൻ പറഞ്ഞു. മകനോ? ദാസൻ? ഹരിയാണോ? സന്തോഷത്തോടെ ലത ചോദിച്ചു. അതെ, എനിക്കങ്ങട്ട് പിടുത്തം കിട്ടിയില്ലല്ലോ ആളെ. തന്നെ തിരിച്ചറിയുന്ന ആളെ ഒരു ഓർമ്മയും കിട്ടാതെ ഒരല്പം ചമ്മലോടെ ദാസൻ ചോദിച്ചു. ഞാൻ വടക്കേലെ മുകുന്ദമാഷിൻ്റെ മകളാ. പത്മലതയാണോ? സംശയത്തോടെ ദാസൻ ചോദിച്ചു. ചുറ്റുമുള്ളവർ ഒരു പിടുത്തവും കിട്ടാതെ നോക്കി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ, എനിക്ക് എവിടെയോ കണ്ട പരിചയമുണ്ടെന്ന്. എന്നാലും ഹരിയാകുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. രാധു, നമ്മുടെ വടക്കേ അതിർത്തിക്കപ്പുറമുള്ള നെടുമുറ്റം തറവാടില്ലേ? ഒരു വയസ്സായ കുറേ മുടിയൊക്കെ ഉണ്ടായിരുന്ന ലളിത എന്ന് പറഞ്ഞ ഒരു സ്ത്രീ. അതെൻ്റെ ചെറിയമ്മയാ രാധികെ. രാധിക ഓർത്തെടുത്തുകൊണ്ട് പറഞ്ഞു തുടങ്ങിയപ്പോൾ ലത കൂട്ടിച്ചേർത്തു. കല്യാണം കഴിഞ്ഞിടയ്ക്ക് ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട് 1-2 തവണ. ലളിത, ആ അമ്മയെ എനിക്കറിയാം. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നാട്ടിൽ ചെന്നപ്പോൾ അമ്മ പറഞ്ഞു അവർ മരിച്ചെന്നും ഇപ്പം അവരുടെ ഏതോ ബന്ധുക്കൾ അവിടെ താമസിക്കുന്നതെന്നും. ഞാൻ പിന്നെ അങ്ങോട്ടേക്കധികം പോയിട്ടില്ല. എന്നാലും അയൽവാസിയായിട്ട് അച്ഛനെന്താ ആളെ ഒട്ടും ഓർമ്മ കിട്ടാതിരുന്നത്? ലതാം അറ്റ്ലീസ്റ്റ് എവിടെയോ കണ്ട ഓർമ്മയുണ്ടെന്നെങ്കിലും പറഞ്ഞല്ലോ, ദർശൻ ചോദിച്ചു. എടാ, അതൊരു 9ാം ക്ലാസ് വരെ ഇവരിവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മുകുന്ദൻ മാഷിനെ ട്രാൻസ്ഫർ ആയപ്പോൾ ഇവരാ നാട് വിട്ടു പോയി. അതുമാത്രമല്ല, എന്നെ തിരിച്ചറിയാൻ പറ്റാത്തതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എനിക്കൊരു വലിയ ആക്സിഡൻ്റ് ഉണ്ടായി. മുഖത്തൊക്കെ അത്യാവശ്യം നന്നായി പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. മൂക്കിനൊക്കെ സർജറി ചെയ്യേണ്ടി വന്നു. അതിനുശേഷം എൻ്റെ മുഖത്ത് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പണ്ട് കണ്ടവർക്കൊന്നും ഇപ്പോൾ പെട്ടെന്നൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. എന്നാലും തന്നെ തിരിച്ചറിഞ്ഞില്ല എന്നോർക്കുമ്പോൾ ഇപ്പോൾ മനസ്സിലൊരു വിഷമം തോന്നുന്നു. എങ്ങനെ കഴിഞ്ഞവരാ നമ്മൾ? ദാസൻ വിഷമത്തോടെ പറഞ്ഞു. ഞാനും ഹരിയും ഒന്നിച്ചാ പഠിച്ചത്. ഇവൻ എന്നേക്കാളും ഒരു ക്ലാസ് മുകളിലായിരുന്നു. എന്നാലും സ്കൂളിലൊക്കെ ഞങ്ങൾ ഒന്നിച്ചാ പോയിക്കൊണ്ടിരുന്നത്. കൊള്ളാം, ഇത്ര അടുപ്പം ഉണ്ടായിരുന്നിട്ടാണോ അമ്മയ്ക്ക് എവിടെയോ കണ്ട ഓർമ്മയുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്? കിട്ടിയ അവസരം മുതലാക്കി വിവേകും ലതയെ കളിയാക്കി. 9ാം ക്ലാസ് വരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും അച്ഛന് കൊല്ലത്തേക്ക് ട്രാൻസ്ഫർ ആയി. ഞങ്ങളും കൂടെ അങ്ങ് പോയി. പിന്നെ വെക്കേഷൻ വരുമ്പോൾ വരാറുണ്ട്. അപ്പോൾ ഇവൻ ലക്ഷ്മിയമ്മയുടെ വീട്ടിൽ നിൽക്കാൻ പോയിരിക്കുകയാണെന്ന് ലക്ഷ്മിയമ്മ പറയും. പിന്നെ 10ഒക്കെ കഴിഞ്ഞപ്പോൾ ഇവനും ഹോസ്റ്റലിൽ നിന്നായി പഠിത്തമൊക്കെ എന്ന് ലളിത ചെറിയമ്മയെ വിളിക്കുമ്പോൾ പറയാറുണ്ടായിരുന്നു. പിന്നെ 19 വയസ്സായപ്പോൾ ജാതകദോഷം പറഞ്ഞ് എന്നെ വേഗം കല്യാണം കഴിപ്പിച്ച് വിട്ടു. മനുവേട്ടനും പഠിക്കുന്ന സമയമായിരുന്നു അപ്പോൾ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോൾ ചെന്നൈയിലേക്ക് പോയി. പിന്നീടുള്ള എൻ്റെ പഠിപ്പൊക്കെ അവിടെ തന്നെയായിരുന്നു. അതുകൊണ്ട് 5-6 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് വന്നത്. നിന്റെ കല്യാണത്തിൻ്റെ വിവരമൊക്കെ അമ്മയും അച്ഛനൊക്കെ പറഞ്ഞിരുന്നു. എക്സാം ടൈം ആയതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല. പിന്നെ നിന്റെ ചെറിയമ്മ കൂടി മരിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളെപ്പറ്റി ഒരു വിവരവും അറിയാതായി. അവിടെ ഇപ്പോൾ നിന്റെ ചെറിയമ്മയുടെ ബന്ധത്തിലുള്ള ആരൊക്കെയോ അല്ലേ താമസിക്കുന്നത്? ചെറിയച്ഛന് മക്കളുണ്ടായിരുന്നില്ലല്ലോ. ചെറിയച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ചെറിയമ്മ ഒറ്റക്കായി. അപ്പോൾ ചെറിയമ്മയുടെ വല്യമ്മയും മോനും കുടുംബവും ചെറിയമ്മയ്ക്ക് കൂട്ടായി അവിടേക്ക് വന്നു. ചെറിയമ്മ മരിച്ചപ്പോൾ ബന്ധുക്കളിൽ പലരും പറഞ്ഞതാ തറവാട് ഇനി പ്രേമേട്ടനുള്ളതാണെന്ന്. ചെറിയച്ഛനും അങ്ങനെയൊക്കെയാണല്ലോ എഴുതി വെച്ചിരുന്നത്. പിന്നെ അവർ സാധുക്കളായിരുന്നു. ആ തറവാട് കിട്ടിയിട്ട് വേണ്ടല്ലോ കുഞ്ഞി നമുക്ക് ജീവിക്കാനെന്ന് ഏട്ടൻ പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് എനിക്കും തോന്നി. ചെറിയമ്മയ്ക്ക് വയ്യാതിരുന്നപ്പോൾ അത്ര നന്നായിട്ടാ അവർ ചെറിയമ്മയെ നോക്കിയിരുന്നത്. ഒരു തവണ നാട്ടിൽ പോയപ്പോൾ ഈ കഥകളൊക്കെ ഞാനും പറഞ്ഞു കേട്ടിരുന്നു. അതെ, ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് പറഞ്ഞാൽ പോരെ? വയറ് തടവിക്കൊണ്ട് വർഷ അത് പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിയൊതുക്കി നിന്നു. പാവം കൊച്ചിന് വയറ് വിശക്കുന്നുണ്ടാകും. മണി 2 വാ, നമുക്ക് ഭക്ഷണം കഴിക്കാനിരിക്കാം. രാധിക എല്ലാവരെയുമായി ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. ഭക്ഷണം കഴിക്കുന്നതിനിടയിലും തങ്ങളുടെ പണ്ടത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന ആവേശത്തിലായിരുന്നു ലതയും ദാസനും. ഇപ്പോൾ കണ്ടാൽ വർഷങ്ങളോളം പരിചയമുള്ള 2 കുടുംബങ്ങൾ ഒത്തുകൂടിയതാണെന്നേ തോന്നൂ. ഒരു കടലോളം സങ്കടം എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടായിരുന്നുവെങ്കിലും ആ നിമിഷങ്ങളിൽ അവർ എല്ലാം മറന്ന് ഉള്ളുകൊണ്ട് ഒരുപാട് സന്തോഷിച്ചു.
പുറമേ സന്തോഷത്തോടെ തന്നെയാണ് നിന്നിരുന്നുവെങ്കിലും ദർശൻ്റെ മനസ്സിൽ മാത്രം ഒരുവളുടെ കുറവ് അവിടെ അനുഭവപ്പെട്ടു. കുറുമ്പു നിറഞ്ഞ നോട്ടങ്ങളും ഒച്ചയും ബഹളവും കൊണ്ട് എപ്പോഴും തൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിക്കുന്ന ഒരു കുസൃതി പെണ്ണിൻ്റെ കുറവ്. വൈകുന്നേരം വരെ ആമി തൻ്റെ മുറിയിൽ തന്നെ കഴിച്ചുകൂട്ടി. ഇടയ്ക്ക് താൻ വന്നിട്ടുണ്ടെന്നറിഞ്ഞ് അവളെ കാണാൻ നിയ വന്നിരുന്നുവെങ്കിലും 1-2 വാക്കുകളിൽ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി ഒതുക്കി അവൾ നിയയെയും ഒഴിവാക്കി വിട്ടു. 4 മണി കഴിഞ്ഞപ്പോൾ ഒന്ന് ഫ്രഷായി തൻ്റെ ബാഗുമായി തിരിച്ചു പോകാനായി ആമി താഴേക്കിറങ്ങി വന്നു. നീ പോകാൻ പോകാണോ ഇത്ര പെട്ടെന്ന്? അബി ചോദിച്ചു. ആമിയൊന്ന് മൂളി. കുറച്ചു നേരം മുമ്പല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്, ഇനിയിപ്പോൾ നാളെ പോകാം. അത് പറ്റില്ല, സ്വാതിയും ശ്രുതിയുമായി ഒരു ഔട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓ, എന്നും അവരുടെ കൂടെ തന്നെയാണല്ലോ നീ കറക്കമൊക്കെ. ഇന്ന് ഇവിടെ നിന്നാൽ മതി, പോകണ്ട. രാവിലെ ഇവിടുന്ന് ഓഫീസിലേക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടാകും. ഞാൻ ഇപ്പം തന്നെ പോകുകയാ. ഒരു ദിവസം ഓഫീസിൽ പോയില്ല എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മാത്രമല്ല, ഇന്ന് വന്നില്ലേ അമ്മയും വീട്ടുകാരും, അവരുടെ വീട്ടിലേക്ക് നമ്മളെയും ക്ഷണിച്ചിട്ടുണ്ട്. നാളെയോ മറ്റന്നാളോ അവിടേക്ക് ഒന്ന് പോകണം. അത് കഴിഞ്ഞിട്ട് പോയാൽ മതി ഓഫീസിലൊക്കെ. അല്ലെങ്കിൽ തന്നെ എന്തിനാ നീ ഇപ്പോൾ ഓഫീസിൽ പോകുന്നത്? ഇന്ന് തന്നെ അവരോടൊക്കെ പറയാൻ നാണക്കേടായി, പുറത്ത് ജോലിക്ക് പോകുന്ന കാര്യമൊക്കെ. നാണക്കേടായിരുന്നുവെങ്കിൽ എന്തിനാ പെങ്ങളാണെന്ന് പരിചയപ്പെടുത്താൻ പോയത്? അകന്ന ബന്ധത്തിലുള്ള ആരെങ്കിലും ആയിരുന്നുവെന്ന് പറഞ്ഞാൽ പോരായിരുന്നു. മുഖമടച്ചുള്ള ഒരു അടിയായിരുന്നു അബിയിൽ നിന്നും അതിനുള്ള മറുപടി. എടി, അധികം ഒച്ച വെച്ചാലുണ്ടല്ലോ, പിന്നെ നീ ഈ പടിക്ക് പുറത്ത് കടക്കില്ല. പൂട്ടിയിടും ഞാൻ ഇതിനകത്ത്. പുറലോകം കാണില്ല മോള്. പിന്നെ പൂട്ടിയിട്ടോ, എനിക്ക് ഒരു വിരോധവുമില്ല. എത്ര ദിവസം പൂട്ടിയിടും നിങ്ങൾ എന്നെ? 1 ദിവസമോ 2 ദിവസമോ? 2 ദിവസത്തിൽ കൂടുതൽ എന്നെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ലെങ്കിൽ അന്വേഷിച്ച് വരും ഇവിടെ എൻ്റെ ദാസച്ചൻ. ഒറ്റയ്ക്കായിരിക്കില്ല, അന്നത്തെ പോലെ കുറച്ച് പോലീസുകാരും ഉണ്ടാകും കൂട്ടിന്. മറന്നു പോയിട്ടില്ലല്ലോ ഒന്നും. അടികൊണ്ട് വേദനയും സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ദേഷ്യത്തോടെ തന്നെ ആമി പറഞ്ഞു. അവൾ പൊക്കോട്ടെ അബിയേട്ടാ, അവൾ അവരുമായി അധികം പരിചയത്തിലായിട്ടില്ലല്ലോ, അതുകൊണ്ടാകും മടി പറയുന്നത്. നീ പൊക്കോ മോളെ. ആമിയുടെ തോളിലായി കൈവച്ചുകൊണ്ട് നിയ പറഞ്ഞു. ആമി ആ കൈ തട്ടി മാറ്റിക്കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് നടന്നു. പോട്ടെ അമ്മക്കുട്ടി, കാണണമെന്ന് തോന്നുമ്പോൾ വിളിച്ചാൽ മതി, ഞാൻ വരാം. മകളുടെ മുഖത്തായി അടിയേറ്റ പാട് കണ്ട് ആ അമ്മ മനസ്സ് നീറി. അമ്മയുടെ നിറകിലായി ഒന്ന് മുത്തി അവരുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ അവൾ പുറത്തേക്കിറങ്ങി. നീ എന്തിനാ അവളെ വിടാൻ നിന്നത്? എങ്ങനെയെങ്കിലും അവളെ പിടിച്ചു നിർത്താൻ നോക്കേണ്ടതിന് പകരം. ദേഷ്യത്താൽ കൈവിരലുകൾ ചുരുട്ടിക്കൊണ്ട് അബി പറഞ്ഞു. എന്തിനാ? തൽക്കാലം അമലിൻ്റെ ഈ പ്രപ്പോസലിൻ്റെ കാര്യം അവൾ അറിയണ്ട. കാര്യങ്ങളൊക്കെ ഒരു കരയ്ക്കടുക്കട്ടെ. അവൾ അതുവരെയും ഒന്നും അറിയാതിരിക്കുന്നതാ നല്ലത്. അല്ലെങ്കിൽ ദർശൻ്റെ അച്ഛനോട് അവൾ എല്ലാ വിവരവും പറയും. പിന്നെ അവളെ അയാൾ ഇങ്ങോട്ടേക്ക് വിടില്ല. തൽക്കാലത്തേക്ക് അവളും അമ്മയും ഒന്നും അറിയണ്ട.